കണ്ണെത്താ ദൂരത്തോളം പച്ച പുതച്ച് കിടക്കുന്ന മലനിരകൾ, മുഖത്തേക്ക് അടിച്ചു കയറുന്ന തണുത്ത കാറ്റ്, നിമിഷ നേരം കൊണ്ട് ചുറ്റുമുള്ളതിനെയെല്ലാം മറയ്ക്കുന്ന മൂടൽമഞ്ഞ്, ആകാശം മുട്ടുന്ന വൻമരങ്ങൾ, അവയ്ക്കിടയിലൂടെ വന്യമായൊരു കാട്ടുപാതയും. പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1343 മീറ്റർ ഉയരത്തിൽ മൂടൽമഞ്ഞിൻ്റെ സാമ്രാജ്യം തീർത്തു നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ട്: കുടജാദ്രി. കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ മൂകാംബിക വന്യജീവി സങ്കേതത്തിന് നടുവിലാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. കുടജാദ്രി കേവലമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, പ്രകൃതി ഭംഗിയും സാഹസികതയും ആത്മീയതയും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു പുണ്യഭൂമിയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിലെ അടുത്ത ലക്ഷ്യസ്ഥാനം കുടജാദ്രി തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആദി ശങ്കരാചാര്യസ്വാമികൾ തപസ്സിനായി തിരഞ്ഞെടുത്തത് ഈ പ്രകൃതിയുടെ മടിത്തട്ടായിരുന്നു. ദേവി മൂകാസുരനെ വധിച്ച കഥകൾ ഉറങ്ങുന്ന വനഭൂമി. മൂകാംബികാദേവിയുടെ മൂലസ്ഥാനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പർവ്വതേശ്വരി ക്ഷേത്രവും ദേവി മൂകാസുരനെ വധിക്കാനായി ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്ന 32 അടിയോളം ഉയരമുള്ള, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തുരുമ്പ് പിടിക്കാത്ത ആ അത്ഭുത തൃശൂലവും, കോലമഹർഷിയെപ്പോലെ അനേകം സിദ്ധന്മാർ തപസ്സിരുന്ന ചിത്രമൂല ഗുഹയും ഗണപതി ഗുഹയും, ആദി ശങ്കരാചാര്യസ്വാമികൾക്ക് ജ്ഞാനോദയമുണ്ടായ ഇവിടുത്തെ സർവജ്ഞപീഠവും, ഇതൊക്കെയാണ് ഈ കുടജാദ്രിയെ വ്യത്യസ്തമാക്കുന്നത്. മൂകാംബിക ക്ഷേത്രവും പ്രാന്തപ്രദേശങ്ങളുമൊക്കെ അടങ്ങുന്ന നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്ത ആ മഹാഭൂശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവാണ് കുടജാദ്രി. കൊല്ലൂരിൽ നിന്നും കാടിൻ്റെ വന്യതയിലൂടെ, നാഗോടിയുടെ ഗ്രാമീണ ഭംഗിയിലൂടെ കഠിനമായ പാതകൾ താണ്ടിയുള്ള നമ്മുടെ കുടജാദ്രി യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അതിരാവിലെ തന്നെ മൂകാംബിക ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് കുടജാദ്രിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും അല്പം വടക്കോട്ട് മാറിയാണ് ജീപ്പ് സ്റ്റാൻഡ്. ഇവിടെ കുറച്ച് ഗസ്റ്റ് ഹൗസുകളും കാണാം. സാഗറിലേക്കും ഷിമോഗയിലേക്കുമൊക്കെ പോകുന്ന സംസ്ഥാന പാതയാണിത്. ഇവിടെ നിന്നും കുടജാദ്രിയിലേക്ക് 38 കിലോമീറ്ററാണ് ദൂരം. ജീപ്പിന് ഒരാൾക്ക് 570 രൂപയാണ് കൊടുക്കേണ്ടത്. 8 പേർ തികഞ്ഞാലേ അവർ വണ്ടിയെടുക്കൂ. ഇവിടെ നിന്നും വനം വകുപ്പിൻ്റെ അനുമതിയുള്ള ജീപ്പുകൾ മാത്രമാണ് കുടജാദ്രിയിലേക്കുള്ള സർവീസ് നടത്തുന്നത്. 7 മണിയോടുകൂടി യാത്ര ആരംഭിച്ചു. തുടക്കത്തിൽ ഗ്രാമീണാന്തരീക്ഷത്തിലൂടെയുള്ള യാത്ര അധികം താമസിയാതെ തന്നെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ദേവിയുടെ അംബാവനമാണിത്. ഇരുവശവും ഇടതൂർന്ന വനപ്രദേശങ്ങൾ. മൂകാംബിക വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ചില ഭാഗങ്ങളിൽ അഗാധമായ കൊക്കകളാണ്. ചീവീടുകളുടെയും പക്ഷികളുടെയും അരുവികളുടെയും ഒക്കെ ശബ്ദമൊഴിച്ചാൽ തികച്ചും ശാന്തമായ പാത. ശുദ്ധമായി ശ്വസിച്ചും കാനനഭംഗി ആസ്വദിച്ചും യാത്ര തുടർന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും കടന്നു പോകുന്ന വാഹനങ്ങൾ ഒഴിച്ചാൽ പാത പൊതുവെ വിജനമാണ്. ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം നീളുന്ന വനപാതയാണിത്. അത് കഴിയുമ്പോഴേക്കും പതിയെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടക്കും. ഒരു വശം നിറയെ വാഴത്തോട്ടങ്ങളും പാടങ്ങളും കമുകിൻ തോട്ടങ്ങളുമാണ്. ഇടയ്ക്ക് വെച്ച് ഇടതുവശത്തേക്ക് ഒരു പാത പോകുന്നുണ്ട്. സിക്കന്തൂർ, ഭട്കല എന്നീ സ്ഥലങ്ങളിലേക്ക് തിരിയുന്നത് ഇവിടെ നിന്നുമാണ്. ഈ സിക്കന്തൂരിലാണ് പ്രസിദ്ധമായ ചൗഡേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യാത്ര ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ചെല്ലുന്നത് നിട്ടൂർ എന്ന സ്ഥലത്തേക്കാണ്. ഈ പാതയിൽ അത്യാവശ്യം കടകളും ഹോട്ടലുകളും ഒക്കെ ഉള്ളത് ഇവിടെ മാത്രമാണ്. ഇവിടെ നിന്നും അത്യാവശ്യം വെള്ളവും ലഘുഭക്ഷണങ്ങളുമൊക്കെ വാങ്ങി കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിട്ടൂരിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ പ്രധാന പാതയിൽ നിന്നും വലത്തേക്ക് തിരിയും. ഇത് നാഗോടി എന്ന സ്ഥലമാണ്. ഈ ഒരു വഴി കൂടാതെ കാട്ടിലൂടെ നടന്നു പോകാവുന്ന ഒരു പാതയുമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന ഇതേ വഴിയിൽ കരഘട്ട എന്ന സ്ഥലത്തു നിന്ന് തുടങ്ങുന്ന ആ പാതയിലാണ് ഹിഡ്മനെ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് കുത്തനെയുള്ളതും അപകടം നിറഞ്ഞതുമായ കൊടും കാട്ടിലൂടെയുള്ള ഒരു സാഹസിക പാതയാണ്. നാഗോടിയിൽ നിന്ന് തിരിഞ്ഞാൽ പിന്നെ കുറച്ചു ദൂരം ജനവാസ മേഖലയും കുറച്ചു ദൂരം വനപ്രദേശവുമാണ്. വനപ്രദേശം കഴിഞ്ഞ് വീണ്ടും ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് എത്തുക. ഇവിടെ ധാരാളം ഹോം സ്റ്റേകളും റിസോർട്ടുകളുമൊക്കെ കാണാം. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ കട്ടിനഹോളെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. ഇവിടെ ജീപ്പ് ഒന്നിന് 200 രൂപയും ആളൊന്നിന് 50 രൂപയുമാണ് കൊടുക്കേണ്ടത്.
രാവിലെ 6 മണി മുതൽ 4 മണി വരെയാണ് സമയം. 6 മണിക്കുള്ളിൽ തിരികെ വരികയും വേണം, അല്ലെങ്കിൽ അതിനും പ്രത്യേകം ഫൈൻ അടയ്ക്കണം. അതുപോലെ വലിയ ക്യാമറകൾക്ക് മറ്റും പ്രത്യേകം ഫീസുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റും മുകളിലേക്ക് കൊണ്ടുപോയാൽ അത് തിരികെ കൊണ്ടുവരികയും വേണം. അനുവാദമില്ലാതെ മലമുകളിൽ തങ്ങാനും പാടില്ല. ഇവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ആകർഷിച്ചത്. ടോയ്ലറ്റുകളുടെ ആ ഒരു നിർമ്മാണ രീതി ഒറ്റ നോട്ടത്തിൽ ഒരു മരക്കുറ്റിയാണെന്നേ തോന്നൂ. ആ ഡിപ്പാർട്ട്മെൻറ്റിന് ചേർന്ന ഒരു നിർമ്മാണ ശൈലി. വാഹന പരിശോധനകൾക്ക് ശേഷം യാത്ര തുടങ്ങി. ഇവിടം കഴിയുന്നതോടെ യഥാർത്ഥ ഓഫ് റോഡ് അനുഭവം തുടങ്ങുകയാണ്. കല്ലും മണ്ണും നിറഞ്ഞ കുത്തനെയുള്ള ഇടുങ്ങിയ ചെമ്മൺപാതയിലൂടെയാണ് യാത്ര. ഇത്രയും നേരം 4-3 ഗിയറുകളിൽ പാഞ്ഞു വന്ന ജീപ്പ് ഫസ്റ്റ് ഗിയറിൽ കിതച്ചു കയറി തുടങ്ങി. ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ, വള്ളിച്ചെടികൾ, വന്യമായ ശബ്ദങ്ങൾ, അങ്ങനെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ യാത്ര നമുക്ക് നൽകുക. മൂകാംബിക വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണിതും. ദേവിയുടെ അമ്പാവനം, പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണിത്. കർണാടകയിലെ തന്നെ 13ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് കുടജാദ്രി. ശിവമോഗ ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും 1343 മീറ്റർ ഉയരമുള്ള ഈ കുടജാദ്രി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഈ കാടുകളിൽ അപൂർവമായ പല പക്ഷിമൃഗാദികളും വസിക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും ഈ ജീപ്പ് യാത്രക്കിടയിൽ കാണാം. പരിചയസമ്പന്നരായ ഡ്രൈവർമാർ മാത്രമാണ് ഇങ്ങോട്ട് വരിക. പല ഭാഗത്തും ഒരു ജീപ്പിന് കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഇടമേയുള്ളൂ. മഴക്കാലമാണെങ്കിൽ പറയുകയും വേണ്ട, ഈ യാത്ര പിന്നെയും ദുർഘടമാകും. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ശക്തമായ ചൂടും പൊടിശല്യവും ഉണ്ടാവും. മാസ്ക് വയ്ക്കാതെ ഈ സമയങ്ങളിൽ ഇങ്ങോട്ട് വരികയും അരുത്. ഏകദേശം 4-5 കിലോമീറ്റർ കുലുങ്ങി വിറച്ച് മുകളിലേക്ക് കയറി കഴിയുമ്പോഴേക്കും കാട് പെട്ടെന്ന് അവസാനിക്കും. കാടിൻ്റെ ഇരുണ്ട ഭാവത്തിൽ നിന്നും ജീപ്പ് നേരെ പ്രവേശിക്കുന്നത് ആകാശം മുട്ടുന്ന കുന്നുകളുടെയും പുൽമേടുകളുടെയും കാഴ്ചയിലേക്കാണ്. മഴക്കാലമാണെങ്കിൽ ഈ പ്രദേശമാകെ പച്ച വിരിച്ച് നിൽക്കുന്നതും കാണാം. കുടജാദ്രി മലനിരകളുടെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്നും ലഭിക്കുക. മുൻപോട്ട് ചെല്ലുന്തോറും വഴി കൂടുതൽ ഇടുങ്ങിയതാവും. ഒരു വശത്ത് കുത്തനെയുള്ള മലനിരകളും അഗാധമായ താഴ്വരയും. വീണ്ടും കൊടും കാടിനുള്ളിലേക്ക് തന്നെയാണ് പ്രവേശിക്കുക. വന്യമൃഗങ്ങൾ ധാരാളമായി കാണാൻ സാധ്യതയുള്ള ഒരു പ്രദേശവുമാണിത്. ഇവിടുത്തെ മണ്ണിനും ഒരു പ്രത്യേകതയുണ്ട്. അല്പം ചുവപ്പ് കലർന്ന ഒരു നിറമാണതിന്. കുടജാദ്രി മലകളിലെ മണ്ണിൽ ധാരാളമായി ഇരുമ്പയിരും അടങ്ങിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഖനനം നടത്തിയിരുന്നു. ഇവിടെ നിന്നും കിട്ടിയ കല്ലുകൾക്ക് കാന്തിക ഗുണം കൂടുതലാണെന്നും അവർ കണ്ടെത്തി. ചുറ്റുമുള്ള കുന്നുകൾ മാംഗനീസ് കമ്പനികൾക്ക് പാട്ടത്തിന് നൽകാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും പരിസ്ഥിതി നാശത്തെ ഭയന്ന് വൻപിച്ച ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിനാൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ബേസ് ക്യാമ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഭാഗം അതീവ ദുർഘടമാണ്. ജീപ്പ് പരമാവധി കരുത്തെടുത്ത് മുകളിലേക്ക് കയറി സമതലത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു യുദ്ധം ജയിച്ച ഭാവത്തിൽ ഒരു ദീർഘനിശ്വാസം വിടും. ശരീരമാകെ ജീപ്പ് യാത്രയുടെ കുലുക്കത്തിൽ ചെറിയ വേദനകളുണ്ടാവുമെങ്കിലും മുന്നിൽ കാണുന്ന ആകാശത്തിൻ്റെയും മേഘങ്ങളുടെയും ദൂരക്കാഴ്ചകൾ ആ ക്ഷീണമൊക്കെ സെക്കൻഡുകൾ കൊണ്ട് മായ്ച്ചു കളയും. ഇവിടെ നിന്നും കുടജാദ്രി വരെ പോയി തിരിച്ചു വരാൻ ആകെ 1.5 മണിക്കൂർ സമയമാണ് ജീപ്പുകാർ അനുവദിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര വിശദമായ കാഴ്ചക്കുള്ള സമയവും കിട്ടില്ല. ഇവിടെ നിന്നുള്ള ആ കാൽനടയാത്രയാണ് കുടജാദ്രി അനുഭവത്തിൻ്റെ സുപ്രധാനമായ ഭാഗം. ജീപ്പ് ഇറങ്ങിയാൽ ആദ്യമായി നമ്മൾ എത്തിച്ചേരുന്നത് കാലഭൈരവ ക്ഷേത്രത്തിനടുത്തേക്കാണ്. തൊട്ടടുത്തായി മറ്റൊരു ദേവീക്ഷേത്രവും കാണാം. കാലഭൈരവ ക്ഷേത്രത്തിന് മുൻപിലായി ഉയരമുള്ള ഒരു വലിയ ഇരുമ്പ് തൂൺ നിൽക്കുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് ദേവി മൂകാസുരനെ വധിക്കാൻ ഉപയോഗിച്ച തൃശൂലമാണത്രേ ഇത്. ഇതിന് 2400 വർഷത്തെ പഴക്കമുണ്ടെന്ന് നമുക്ക് താഴെ എഴുതി വച്ചിരിക്കുന്നതും കാണാം. മൂകാംബികയിലെ അടികമാരുടെ അഭിപ്രായത്തിൽ പുരാതന കാലത്ത് ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാനായി സ്ഥാപിച്ചതാവാമെന്നാണ് പറഞ്ഞത്. കാരണം മൂകാംബികയുമായി ബന്ധപ്പെട്ട പുരാണങ്ങളിലൊന്നിലും ഇങ്ങനെയൊരു തൃശൂലത്തെപ്പറ്റിയും ഇവിടെയുള്ള ഈ ക്ഷേത്രങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ കാണുന്ന ഈ ക്ഷേത്രങ്ങൾക്കും വലിയ പഴക്കം തോന്നുന്നില്ല.
പണ്ടുകാലത്തെ ഗോത്രവർഗ്ഗക്കാരുടെ വച്ചാരാധനകൾ ഉണ്ടായിരുന്നത് കാലക്രമേണ ഒരു ക്ഷേത്രമാക്കി മാറ്റിയതുമാവാം. ഇവിടെ അബ്രാഹ്മണ പൂജകളാണ് നടക്കുന്നതും. അതായത് മദ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ചുള്ള താമസ പൂജകളാണത്രേ നടന്നു വരുന്നത്. മൂകാംബികയുടെ മൂലസ്ഥാനം ഇതാണെന്ന മട്ടിൽ വലിയ പ്രചരണവും ഇതിൻ്റെ ഭാരവാഹികൾ നടത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ മൂലസ്ഥാന ക്ഷേത്രം ഇവിടെ നിന്നും അല്പം മുകളിലായി കാണുന്ന പർവ്വതേശ്വരിയുടെ ക്ഷേത്രമാണ്. താഴെയും മുകളിലുമുള്ള ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ കുടജാദ്രിയുടെ മണ്ണിൽ ആഴ്ന്നു നിൽക്കുന്ന ഈ ഇരുമ്പ് സ്തംഭം ഭാരതത്തിൻ്റെ പുരാതന ലോക സംസ്കരണ വിദ്യയുടെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ്. ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും കാർബൺ ഡേറ്റിങ്ങിലൂടെയും ലോഹഘടന പരിശോധിച്ചും ഈ ഇരുമ്പ് സ്തംഭത്തിന് ഏകദേശം 1500 മുതൽ 1800 വർഷം വരെ പഴക്കം ഉണ്ടാവാം എന്നാണ് കണ്ടെത്തിയത്. അതായത് AD 3-4 നൂറ്റാണ്ടുകളിലാവാം ഇത് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് എന്നർത്ഥം. ഡൽഹിയിലെ കുത്തബ് മീനാറിന് മുൻപിലുള്ള വിഖ്യാതമായ ആ ഇരുമ്പ് തൂണിൻ്റെ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെയും IIT-യുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടന്നിരുന്നു. അവർ തൂണിന് ചുറ്റുമായി വലിയ ഏണിപ്പടികൾ കെട്ടിയുണ്ടാക്കി തൂണിൻ്റെ ഓരോ 20 സെൻറ്റിമീറ്ററിലും അളവുകൾ എടുക്കുകയും ഇതിൻ്റെ യഥാർത്ഥ ഉയരം 8.7 മീറ്റർ ആണെന്നും വശങ്ങൾ ചതുരാകൃതിയിലാണെന്നും ശരാശരി ചുറ്റളവ് 27.5 സെൻറ്റിമീറ്റർ ആണെന്നും കണ്ടെത്തി. ലാബിൽ നടത്തിയ വിശദമായ പരിശോധനകളിൽ ഇത് പണ്ട് കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാർ പ്രകൃതിദത്തമായ കൽക്കരിയും അയിരും ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിച്ച ആദിവാസി ഇരുമ്പ് തന്നെയാണെന്ന് ശാസ്ത്രങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ലോഹത്തിൻ്റെ ഘടന പരിശോധിച്ചപ്പോൾ ഇതിൽ സ്ലിപ്പ് ലൈനുകൾ കണ്ടെത്തിയിരുന്നു. ചെറിയ ഇരുമ്പ് കട്ടകൾ ചൂടാക്കി ഒന്നിനുമേൽ ഒന്നായി വെച്ച് ശക്തിയിൽ വലിയ ചുറ്റികകൾ കൊണ്ട് അടിച്ചാണ് ഈ നീളമുള്ള തൂൺ രൂപപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. 6 മാസം മുതൽ 8 മാസം വരെ കനത്ത മഴ പെയ്യുന്ന ഇവിടുത്തെ കാലാവസ്ഥയിലും ഇത് തുരുമ്പെടുക്കാത്തതിന് കാരണം ഇതിലെ ഫോസ്ഫറസ് ഘടകങ്ങളാണ്. അത് ഇതിന് പുറമെ ഒരു ആവരണമായി നിന്ന് ഈ തൂണിനെ സംരക്ഷിക്കുകയും ചെയ്യും. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലായതുകൊണ്ട് മുകളിലെ കുറച്ചു ഭാഗം തുരുമ്പെടുത്തിട്ടുണ്ട്. കൂടാതെ നിരന്തരം ഇടിമിന്നൽ ഏൽക്കുന്നതുകൊണ്ട് മുകൾ ഭാഗം ഉരുകുകയും മിന്നൽ മാറുമ്പോൾ അതിവേഗം തണുത്തുറയുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളുമുണ്ട്. ചുരുക്കത്തിൽ പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചിരുന്നവർക്ക് ശക്തമായ ഇടിമിന്നലിൽ നിന്നുള്ള രക്ഷാകവചമായോ അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന ദേവതമാർക്ക് മുൻപിൽ സ്ഥാപിച്ച ധ്വജസ്തംഭമായോ ഇതിനെ കണക്കാക്കാം. ഒരു വശത്ത് ദേവി മൂകാസുരനെ വധിക്കാനായി ഉപയോഗിച്ച തൃശൂലമെന്ന വിശ്വാസവും മറുവശത്ത് പുരാതന ഭാരതീയരുടെ ലോഹവിദ്യയിലുള്ള അസാമാന്യമായ അറിവും. അങ്ങനെ ശാസ്ത്രവും വിശ്വാസവും ഒത്തുചേരുന്ന ഒരു വിസ്മയം തന്നെയാണ് കുടജാദ്രിയിലെ ഈ ഇരുമ്പുതൂൺ. ഈ ക്ഷേത്രങ്ങളോട് ചേർന്നാണ് ഇവിടുത്തെ പൂജാരിമാർ താമസിക്കുന്നതും. അത്യാവശ്യം വിശ്രമവും ഭക്ഷണവും ഒക്കെ ഇവിടെ കിട്ടും. വൈദ്യുതി ഇല്ലാത്തതിനാൽ സോളാർ വൈദ്യുതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. മുകളിലേക്ക് ഒരു 200 മീറ്റർ കയറി ചെല്ലുമ്പോൾ അവിടെയും 2 ക്ഷേത്രങ്ങൾ കാണാം. ഇതാണ് മൂകാംബികാ ദേവിയുടെ കുടജാദ്രിയിലെ മൂലസ്ഥാനമായി കരുതുന്ന പർവ്വതേശ്വരിയുടെ ക്ഷേത്രം. ഇവിടെ അകത്ത് ദേവിയെ കൂടാതെ ഗുരുവിൻ്റെയും ഗണപതിയുടെയും ഒക്കെ പ്രതിഷ്ഠകളുമുണ്ട്. തൊട്ടടുത്തായി ഒരു ഭദ്രകാളി ക്ഷേത്രവും കാണാം. തികച്ചും സാത്വികമായ ബ്രാഹ്മണ പൂജകളാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിന് തൊട്ടു താഴെയായി കമണ്ഡലു തീർത്ഥം എന്ന പേരിൽ ഒരു തീർത്ഥക്കുളമുണ്ട്. ഇത്രയും ഉയരത്തിൽ നല്ല ശുദ്ധമായ തെളിഞ്ഞ ജലമുള്ള ഈ വലിയ തടാകം വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇവിടുത്തെ അടികമാരുടെ മഠമാണ് തൊട്ടടുത്തായി കാണുന്നത്. ഇനി ഇവിടെ നിന്നും മുകളിലേക്കുള്ള ഒറ്റയടിപ്പാത തുടങ്ങുകയായി. ഇരുവശവും പേരറിയാത്ത ഏതൊക്കെയോ കുറ്റിച്ചെടികളും. കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞാൽ അല്പം വിശാലമായ സ്ഥലത്തേക്കാണ് എത്തുക. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ശ്രദ്ധിച്ചു വേണം യാത്ര തുടരുവാൻ. ഇടതുവശം അഗാധമായ താഴ്വരയാണ്. ഇടുങ്ങിയ ഒറ്റയടിപ്പാതയായതിനാൽ വലതുവശം ചേർന്ന് വേണം കഴിവതും നടക്കാൻ. മനോഹരമായ കാഴ്ചകളാണ് ഈ താഴ്വരയിൽ നമുക്ക് കാണാനാവുക. ഇവിടെ നിന്നും കുറച്ച് മുൻപോട്ട് ചെല്ലുമ്പോഴാണ് ഗണപതി ഗുഹയിലേക്കുള്ള വഴി തിരിയുന്നത്. പ്രകൃതിദത്തമായ ഒരു പാറയിടുക്കിലാണ് ഈ ഗുഹ കാണാനാവുക. ഇവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാം. കുടജാദ്രി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു കുളിർമയുണ്ട്. ഈ പേരിന് പിന്നിൽ തികച്ചും പ്രകൃതിദത്തമായ ഒരു കാരണമാണുള്ളത്. സംസ്കൃതത്തിൽ കുടജ എന്നാൽ കാട്ടുമല്ലി എന്നും മലയാളത്തിൽ കുടകപ്പാല എന്നുമാണ് അർത്ഥം. അദ്രി എന്നാൽ പർവ്വതമെന്നും. ഈ മലനിരകളിൽ പണ്ട് വെളുത്ത പൂക്കൾ നിറഞ്ഞ കുടകപ്പാല ചെടികൾ ധാരാളമായി ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ കാട്ടുമല്ലിപ്പൂക്കൾ നിറഞ്ഞ മലനിര എന്ന അർത്ഥത്തിലാണ് കുടജാദ്രി എന്ന പേര് ഈ മലനിരകൾക്ക് വന്നു ചേർന്നത്. കുടജാദ്രിക്ക് കോലമഹർഷിയുടെയും മൂകാസുരൻ്റെയും ആദിശങ്കരൻ്റെയും കഥകൾ മാത്രമല്ല, ഇതിഹാസകാവ്യമായ രാമായണവുമായും ബന്ധമുണ്ട്. ലങ്കയിൽ വെച്ച് നടന്ന രാമരാവണ യുദ്ധത്തിനിടയിൽ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് ലക്ഷ്മണനും വാനരസേനയും മോഹാത്സ്യപ്പെട്ട് വീണപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഹിമാലയത്തിലുള്ള മൃതസഞ്ജീവനി എന്ന അപൂർവ ഔഷധസസ്യം വേണമായിരുന്നു. രാജവൈദ്യനായ സുഷേണന്റെ നിർദ്ദേശപ്രകാരം വായുപുത്രനായ ഹനുമാൻ നിമിഷ നേരം കൊണ്ട് ഹിമാലയത്തിലേക്ക് പറന്നെത്തി. പക്ഷേ അവിടെ എത്തിയ ഹനുമാന് ഈ മൃതസഞ്ജീവനി ഏതാണെന്ന് കണ്ടുപിടിക്കാനായില്ല. ആലോചിച്ച് നിൽക്കാതെ ഹനുമാൻ ആ ഔഷധമല അപ്പാടെ കോരിയെടുത്ത് ലങ്കയിലേക്ക് പറന്നു. ഇതിനിടയിൽ ആ മലയുടെ ഒരു ചെറിയ ഭാഗം അടർന്ന് താഴേക്ക് വീണു. ആ ഒരു ഭാഗമാണത്രേ ഇന്നത്തെ കുടജാദ്രി മലനിരകൾ എന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലും ശ്രീലങ്കയിലുമുള്ള മറ്റു ചില മലനിരകളും പറയുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രോണഗിരി പർവ്വതമാണ് ഹനുമാൻ കൊണ്ടുവന്നതായി പറയുന്ന ആ ഒരു മല. ഈ മലയിലാണ് മൃതസഞ്ജീവനി, വിശല്യകരണി, സുവർണകരണി, സന്ധാനകരണി എന്നീ 4 അപൂർവ ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നത്. അത്ഭുതകരമായ ശക്തിവിശേഷങ്ങളുള്ളവയായിരുന്നു ഈ 4 ഔഷധങ്ങളും. ഐതിഹ്യപ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഔഷധമാണ് മൃതസഞ്ജീവനി. ഉണങ്ങി കരിഞ്ഞു പോയാലും മഴവെള്ളം വീണാൽ നിമിഷ നേരം കൊണ്ട് പുനർജനിക്കുന്ന ഒരു ഔഷധമാണിത്. കോശങ്ങൾക്ക് പുനർജീവൻ നൽകാനുള്ള ഇതിൻ്റെ ശേഷിയെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടക്കുന്നുണ്ട്. മുറിവിൽ തറഞ്ഞു കയറിയ ആയുധങ്ങളും മറ്റും നീക്കം ചെയ്യാനുള്ളതാണ് വിശല്യകരണി എന്ന ഔഷധം. അതുപോലെ ഒടിഞ്ഞ അസ്ഥികളെയും മുറിവുകളെയും കൂട്ടി യോജിപ്പിക്കാനുള്ള ഔഷധമാണ് സന്ധാനകരണി. ഈ ഔഷധങ്ങൾ തിരിച്ചറിയാതെ വന്നപ്പോഴാണ് ഹനുമാൻ ആ പർവ്വതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇളക്കിയെടുത്ത് ലങ്കയിലേക്ക് പോകുന്നത്. ആ ഒരു ലക്ഷണം ഇന്നും അവിടെ കാണാമെന്നാണ് പറയുന്നത്. മറ്റൊരു രസം എന്താണെന്നാൽ ഇന്നും ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഹനുമാനെ ആരാധിക്കാറില്ല. കാരണം തങ്ങളുടെ കാവൽ ദൈവമായ പർവ്വതത്തെ മുറിച്ചതുകൊണ്ടാണത്രേ ഈ ഒരു പിണക്കം. അതുപോലെ നാഗർകോവിലിന് സമീപമുള്ള മരുത്വാമല, രാമേശ്വരത്തിനടുത്തുള്ള ഗന്ധമാദന പർവ്വതം, ശ്രീലങ്കയിലെ റൂമാസല കുന്നുകൾ എന്നിവയെല്ലാം കുടജാദ്രി പോലെ ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടവയാണ്. ഈ കഥകളെ ശരിവെക്കുന്ന രീതിയിലാണ് കുടജാദ്രിയുടെ പ്രകൃതിയും. ഹിമാലയത്തിൽ മാത്രം കണ്ടുവരുന്ന പല അപൂർവ സസ്യങ്ങളും ഈ മലനിരകളിൽ കാണപ്പെടുന്നുവെന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ചതുഷഷ്ടി ദിവ്യ ഔഷധ ദിവ്യതീർത്ഥ സിദ്ധഗന്ധർവാദി വൃന്ദാരക വൃന്ദ സമാശ്രിത കുടജപർവ്വതാദിവ്യ സഞ്ജീവഗാദ്രേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മൂകാംബികാദേവിയുടെ ആ ദിവ്യമായ പ്രാർത്ഥനാ ശ്ലോകത്തിലെ ഒരു ഭാഗമാണിത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കുടജാദ്രിയുടെ എല്ലാ മഹിമകളെയും ഒരൊറ്റ വരിയിൽ കോർത്തിണക്കിയ ഒരു ശ്ലോകമാണിത്. 64 ദിവ്യൌഷധങ്ങളുടെ കലവറയും പുണ്യതീർത്ഥങ്ങളാൽ അനുഗ്രഹീതവും സിദ്ധന്മാർ, ഗന്ധർവന്മാർ, ദേവന്മാർ, ഋഷിവര്യന്മാർ എന്നിവർ തപസ്സിനായി ആശ്രയിക്കുന്നതുമായ ഈ കുടജാദ്രി പർവ്വതം എന്നത് മറ്റൊന്നുമല്ല, ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാനായി ഹനുമാൻ സ്വാമി കൊണ്ടുപോയ ആ ദിവ്യമായ മലയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ പ്രാർത്ഥനാ ശ്ലോകത്തിലെ കുടജാദ്രിയുടെ വിശേഷണമാണിത്. ലക്ഷ്മണനെ പുനരുജ്ജീവിപ്പിച്ച ആ മലയിൽ മുൻപേ പറഞ്ഞതുപോലെ മൃതസഞ്ജീവനി, വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി ഈ 4 പ്രധാന ഔഷധങ്ങൾ കൂടാതെ മനുഷ്യ ശരീരത്തിലെ സകല രോഗങ്ങളും മാറ്റാൻ കഴിവുള്ള മറ്റ് 60 ദിവ്യൌഷധങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഈ 64 ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് കുടജാദ്രി. അതുകൊണ്ട് തന്നെ കുടജാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സൗപർണിക നദി പ്രകൃതിദത്തമായ ഒരു കഷായമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് സൗപർണിക സ്നാനം സർവ്വരോഗ സംഹാരിയാണെന്ന് പറയുവാനുള്ള കാരണവും. അത്യപൂർവമായ അനേകം പച്ചമരുന്നുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുടകപ്പാല ഉദരരോഗങ്ങൾക്ക് മികച്ച ഒരു ഔഷധമാണ്. സർപ്പദംശനത്തിനും ചില വിഷബാധകൾക്കും പ്രതിവിധിയായി ഉപയോഗിക്കുന്നതാണ് അങ്കോലം. അതുപോലെ ചിത്രമൂലം. ഇവിടുത്തെ ചിത്രമൂല ഗുഹാപരിസരങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണിത്. ആ ഗുഹയ്ക്ക് ചിത്രമൂല എന്ന പേര് വരാനുള്ള കാരണവും ഇതാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വന്യാണ് ഈ ചിത്രമൂലം. സംസ്കൃതത്തിൽ ഇതിന് അഗ്നി എന്നും പേരുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും വാതരോഗങ്ങൾക്കും അർശസ് പോലുള്ള രോഗങ്ങൾക്കും കൺകണ്ട ഔഷധമാണിത്. അതുപോലെ കരിങ്കുറിഞ്ഞി വാതരോഗങ്ങൾക്കും നീര് വയ്ക്കുന്നതിനും ശരീരവേദനകൾക്കുമൊക്കെ ഇതിൻ്റെ കഷായം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കാട്ടുപിച്ചകം, മുല്ലവനം എന്നുകൂടി കുടജാദ്രിക്ക് പേര് വരാൻ കാരണമായ ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലകളും പൂക്കളും വായുവിനെ ശുദ്ധീകരിക്കാനും തലവേദന മാറ്റാനുമൊക്കെ അത്യുത്തമമാണ്. കൂടാതെ പലതരം കാട്ടുപോച്ചകൾ, ഓർക്കിഡുകൾ, അപൂർവ ഇനം പായലുകൾ എന്നിവയും ഇവിടുത്തെ വായുവിൽ ഔഷധഗുണം നിറയ്ക്കുന്നുണ്ട്.
ഇതുകൊണ്ടൊക്കെയാണ് കുടജാദ്രിയിലെ തണുത്ത വായു ശ്വസിക്കുന്നത് പോലും നമ്മുടെ ശരീരത്തിന് ഒരു സുഖം നൽകുന്നത്. കുടജാദ്രി വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമാണ്. പുൽമേടുകൾ നിറഞ്ഞ കുടജാദ്രിയുടെ മുകൾ ഭാഗം സവിശേഷമായ ഒരു പ്രകൃതി വ്യവസ്ഥയാണ്. കഠിനമായ കാറ്റും മഴയും കാരണം മലമുകളിൽ വൻമരങ്ങളൊന്നും വളരില്ല. പകരം പച്ച പുതച്ച പുൽമേടുകളാണ്. എന്നാൽ മലയിടുക്കുകളിൽ കുള്ളൻ മരങ്ങൾ നിറഞ്ഞ ചോലവനങ്ങളുണ്ട്. ഈ കാടുകളാണ് മഴവെള്ളം സംഭരിച്ച് താഴേക്കൊഴുക്കി വിടുന്ന പ്രകൃതിദത്തമായ സ്പോഞ്ചുകൾ. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവികളുടെയും സുരക്ഷിത താവളവുമാണിത്. കാട്ടുപോത്തുകൾ, സിംഹവാലൻ കുരങ്ങുകൾ, കരിമ്പുലി, രാജവെമ്പാല, അതുപോലെ മനുഷ്യൻ ചൂളം വിളിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്ന മലബാർ വിസിലിംഗ് ത്രഷ് എന്ന പക്ഷി. ഇതിനെ നമ്മൾ ചൂളക്കാക്ക എന്നാണ് വിളിക്കുന്നത്. വലിയ മലമുഴക്കി വേഴാമ്പലുകൾ, അതീവ സുന്ദരമായ ചുവപ്പ് നിറത്തിലുള്ള തീക്കാക്ക എന്നുകൂടി അറിയപ്പെടുന്ന മലബാർ ട്രോഗൺ പക്ഷികൾ. അങ്ങനെ ആ ലിസ്റ്റ് ഇനിയും നീളും. ലോകത്തിലെ തന്നെ ജൈവ വൈവിധ്യ സമ്പന്നമായ 8 പ്രദേശങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള മേഖലയാണ് കുടജാദ്രി. ഇവിടെ പെയ്യുന്ന കനത്ത മഴ കാരണം വർഷം മുഴുവനും പച്ചപ്പ് നിലനിർത്തുന്ന നിത്യഹരിത വനങ്ങളാണുള്ളത്. ഇനി കുറച്ച് പുരാണങ്ങൾ കൂടിയാവാം. അടുത്തത് കോലമഹർഷിയുമായുള്ള ബന്ധമാണ്. യുഗങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തിന് മാഹാത്മ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം പൂജിച്ചിരുന്ന സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്തിരുന്ന മഹാരണ്യപുരം ദേശം മഹാദേവന്റെ അനുഗ്രഹത്താൽ കോലമഹർഷിയുടെ പേരിനോട് ചേർത്ത് കോലാപുരമായി മാറുകയും പിന്നീടത് ലോപിച്ച് കൊല്ലൂർ എന്നാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ദേവിക്ക് കോലാപുരവാസിനി എന്ന പേരുകൂടി വന്നത്. കോലമഹർഷിയുടെയും ദേവന്മാരുടെയും പ്രാർത്ഥനയിൽ സംപ്രീതിയായി ത്രിപുരഭൈരവി രൂപത്തിൽ മൂകാസുരനെ വധിച്ചതിനാൽ ദേവി മൂകാംബിക എന്നും അറിയപ്പെട്ടു. ഈ കഥകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ ചുരുക്കുന്നു. മൂകാംബികയും കുടജാദ്രിയും രണ്ടല്ല, ഒന്നു തന്നെയാണ്. ഇപ്പോൾ ജില്ലയും താലൂക്കുമൊക്കെ മാറിയെന്ന് മാത്രം. കുടജാദ്രിയുടെ സാനു പ്രദേശമാണ് കൊല്ലൂർ. ഗണപതി ഗുഹയുടെ താഴെയായി അഗസ്ത്യതീർത്ഥം എന്നൊരു ഭാഗമുണ്ട്. ഒട്ടനവധി ഔഷധച്ചെടികളെ തഴുകി മുകളിൽ നിന്നും ഒഴുകി വരുന്ന ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതും ഇത് സേവിക്കുന്നതും വളരെ പുണ്യമായിട്ടാണ് കരുതുന്നത്. പക്ഷേ കൊടും കാടിന് നടുവിലായതുകൊണ്ട് അധികമാരും ആ വഴി യാത്ര ചെയ്യാറില്ല. ഗണപതി ഗുഹയും പിന്നിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ കാട് പെട്ടെന്ന് അവസാനിക്കുകയും നമ്മൾ വീണ്ടും മലമുകളിലെ വിശാലമായ പുൽമേടുകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇവിടെ നിന്നാണ് കൊടുമുടിയിലേക്കുള്ള അവസാന കയറ്റം. ചില സമയങ്ങളിൽ താഴ്വരയിൽ നിന്നും മഞ്ഞും മേഘങ്ങളും കൂട്ടമായി വന്ന് വഴിയാകെ മറയ്ക്കുന്ന മാന്ത്രിക കാഴ്ചയും ഇവിടെ കാണാം. കഠിനമായ കാനനപാത ചെന്ന് അവസാനിക്കുന്നത് പശ്ചിമഘട്ടത്തിന് നെറുകയിലുള്ള ആദി ശങ്കരാചാര്യർക്ക് ജ്ഞാനോദയമുണ്ടായ സർവജ്ഞപീഠത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4406 അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 4 ഭാഗവും തുറസായ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വളരെ ചെറിയൊരു ചതുരശ്ര മണ്ഡപമാണിത്. കഠിനമായ കാറ്റും കോരിച്ചൊരിയുന്ന മഴയും മഞ്ഞുമെല്ലാം നേരിടാൻ തക്കവണ്ണം കഠിനമായ ശിലകൾ കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മണ്ഡപത്തിനുള്ളിൽ ജ്ഞാനസ്വരൂപനായ ആദി ശങ്കരാചാര്യരുടെ ഒരു ചെറിയ വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കോലമഹർഷിയെപ്പോലുള്ള സിദ്ധന്മാരും യക്ഷഗന്ധർവ കിന്നരന്മാരുമൊക്കെ തപസ്സനുഷ്ഠിച്ച ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യവും മാഹാത്മ്യവും തിരിച്ചറിഞ്ഞ ശങ്കരാചാര്യർ കോലമഹർഷി പൂജിച്ചിരുന്ന ആ പരിപാവനമായ മിഥുനലിംഗ ദർശനത്തിനായാണ് ഇവിടെ തപസ്സനുഷ്ഠിച്ചത്. അതിനുശേഷമായിരിക്കാം ആ മിഥുനലിംഗത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കി അദ്ദേഹം കുടജാദ്രിയുടെ സാനുപ്രദേശത്തേക്ക് എത്തിയതും. ശിവശക്തി ഐക്യരൂപത്തിലുള്ള ആ മിഥുനലിംഗത്തിൻ്റെ ദർശനത്തിന് ശേഷമാണ് ധ്യാനത്തിൽ അദ്ദേഹത്തിന് ദേവിയുടെ രൂപം തെളിയുന്നതും ആ രൂപത്തിൽ ശ്രീചക്രസ്ഥിതമായ ദേവീരൂപം അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നതും. സാധാരണ ഒരു കൽമണ്ഡപത്തിനുമപ്പുറം തികച്ചും വ്യത്യസ്തമായ ഒരു വലിയ ആത്മീയ ഊർജ്ജമുള്ള ഒരു പുണ്യസങ്കേതമാണ് ഈ സർവജ്ഞപീഠം. ഭൂമിശാസ്ത്രപരമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് നേരെ കിഴക്കുവശമാണ് കുടജാദ്രി. ശങ്കരപീഠത്തിൽ നിന്നും നേരെ പടിഞ്ഞാറോട്ട് നോക്കിയാൽ അങ്ങ് താഴെയായി മൂകാംബിക ക്ഷേത്രം കാണാം. ഇനി ഇവിടെ പോകേണ്ടത് ചിത്രമൂല ഗുഹയിലേക്കാണ്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. സുരക്ഷാ കാരണങ്ങളാൽ ആ പാത അധികൃതർ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ദുർഘടമായ പാതകളിലൂടെ ഇവിടെ നിന്നും 1 കിലോമീറ്റർ കൂടി താഴേക്കിറങ്ങണം. ഒരു മലഞ്ചെരുവിലുള്ള പ്രകൃതിദത്ത ഗുഹയാണിത്. അങ്ങോട്ടേക്ക് കയറി ചെല്ലുക എന്നതും അത്ര എളുപ്പമല്ല. സൗവർണിക നദിയുടെ ഉത്ഭവവും ഇതിനടുത്തുള്ള ഒരു ചെറിയ അരുവിയിൽ നിന്നുമാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു ശിവലിംഗവും നന്ദി പ്രതിഷ്ഠയും മറ്റു ചില വിഗ്രഹങ്ങളുമൊക്കെ കാണാം. പ്രകൃതിയുടെ ശാന്തതയിൽ തപസ്സനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. കോലമഹർഷിയും അനേകം സിദ്ധന്മാരുമൊക്കെ തപസ് ചെയ്തിരുന്ന ഇടം.
യഥാർത്ഥത്തിൽ ആചാര്യസ്വാമികൾ തപസ് ചെയ്തിരുന്നത് ഈ ചിത്രമൂല ഗുഹയിലാണ് എന്നാണ് പറയുന്നത്. സാധാരണയായി ആളുകൾ പറഞ്ഞു വരുന്നത് സർവജ്ഞപീഠം എന്നാൽ ആചാര്യസ്വാമികൾ തപസ് ചെയ്തിരുന്ന ഇടമായിട്ടാണ്. പ്രായോഗികമായി ചിന്തിച്ചാലും നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും. സർവജ്ഞപീഠം നിൽക്കുന്ന തുറസായ ആ ഒരു ഭാഗം തപസ്സിനായി യോജിച്ച ഒരു സ്ഥലമല്ല. എപ്പോഴും അതിശക്തമായി കാറ്റും മഴയും മഞ്ഞുമൊക്കെ ഉണ്ടാവുന്ന, കുടിക്കാനുള്ള ജലസ്രോതസ്സില്ലാത്ത, വന്യമൃഗങ്ങൾ എപ്പോഴും കടന്നു വരാവുന്ന തുറസായ ഈ കൊടുമുടിയിൽ ഒരാൾക്ക് ദിവസങ്ങളോളം തപസ്സിരിക്കാനും കഴിയില്ല. തപസ്സിൻ്റെ നിയമങ്ങളനുസരിച്ച് ഏകാന്തമായ ധ്യാനത്തിന് ഏറ്റവും അനുയോജ്യവും സുരക്ഷിതവും ജലസ്രോതസ്സുള്ളതുമായ സ്ഥലം ചിത്രമൂല ഗുഹ തന്നെയാണ്. അപ്പോൾ ഈ സർവജ്ഞപീഠമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവും. ശങ്കരാചാര്യസ്വാമികൾ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, അതായത് AD 3-4 നൂറ്റാണ്ടുകളിൽ താഴെയുള്ള ആ ഇരുമ്പ് സ്തംഭം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലമുകളിൽ ഒരു പുരാതന ആരാധനാ കേന്ദ്രമോ കൽമണ്ഡപമോ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മൂകാംബികയിലെ അടികമാരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് ചിത്രമൂലയിലെ ഏകാന്ത തപസ്സിനൊടുവിൽ തനിക്ക് ലഭിച്ച ആത്മജ്ഞാനവുമായി ഇവിടെ എത്തി ഈ മണ്ഡപത്തിൽ ധ്യാനത്തിലിരുന്ന അദ്ദേഹത്തിന് പ്രപഞ്ചവും ഈശ്വരനും മനുഷ്യനുമൊന്നും രണ്ടല്ല, ഒന്നാണ് എന്ന പ്രപഞ്ച സത്യം വെളിപ്പെടുകയായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ നെറുകയിൽ എന്നവണ്ണം നിൽക്കുന്ന ഈ മണ്ഡപത്തിൽ വന്നിരുന്നുകൊണ്ടാണ് തൻ്റെ വിപ്ലവകരമായ അദ്വൈത സിദ്ധാന്തം ലോകത്തിനു മുൻപിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. കുടജാദ്രിയുടെ നെറുകയിലുള്ള ഈ സർവജ്ഞപീഠം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാം അറിയുന്നവൻ്റെ ഇരിപ്പിടമെന്നാണ്. അന്ന് ഈ കൽമണ്ഡപം ഈ രൂപത്തിൽ ഇവിടെ ഉണ്ടായിരുന്നോ എന്നതിനും ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ചുമൊന്നും സ്ഥിരീകരണമില്ല. പക്ഷേ എന്തോ ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അടികമാർ പറഞ്ഞതനുസരിച്ച് ശങ്കരാചാര്യർ ഇവിടെ ഒരു ശ്രീചക്ര പ്രതിഷ്ഠയും നടത്തിയിരുന്നു. പക്ഷേ പിൽക്കാലത്തത് എങ്ങനെയോ നഷ്ടമായി. മണ്ഡപത്തിന് മുകളിലായി ശ്രീചക്ര രൂപത്തിൽ ഒരു കൊത്തുപണിയും കാണാം. ഈ പ്രദേശത്തിന് വലിയൊരു ആത്മീയ രഹസ്യം കൂടിയുണ്ട്. കൊല്ലൂരും കുടജാദ്രിയും ഉൾപ്പെടുന്ന ഈ പ്രദേശം ഒരു വലിയ ഭൂശ്രീചക്രത്തിൻ്റെ ആകൃതിയിലാണത്രേ. വെറുതെ ഒരു കൗതുകത്തിന് ഗൂഗിൾ എർത്തിൽ ഈ സർവജ്ഞപീഠം നിൽക്കുന്ന ഭാഗവും കൊല്ലൂർ മൂകാംബിക ശ്രീകോവിലും തമ്മിൽ ചേർത്ത് ഒരു നേർരേഖ വരച്ച് ആ അളവ് നോക്കി ചില കണക്കുകൾ കൂട്ടിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം മനസ്സിലായത്. ഇത് എൻ്റെ മാത്രം നിഗമനമാണ്, ഇതാരും വിശ്വസിക്കുകയും വേണ്ട. എങ്കിലും ഒരു കൗതുകത്തിന് അതൊന്ന് പറയാം. സർവജ്ഞപീഠത്തിൻ്റെ നേരെ പടിഞ്ഞാറാണ് മൂകാംബിക ക്ഷേത്രം. ഗൂഗിൾ എർത്തിലെ ഈ ലൈൻ ഒന്ന് നോക്കൂ. സർവജ്ഞപീഠത്തിൽ നിന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ആകാശമാർഗം ഒരു നേർരേഖ വരയ്ക്കുമ്പോൾ 5741.35 മീറ്റർ എന്നാണ് കിട്ടുക. അതായത് 5.74 കിലോമീറ്റർ. 97.33 ഡിഗ്രി ഹെഡിങ്ങിലുള്ള, അതായത് കൃത്യമായി കിഴക്ക് പടിഞ്ഞാറായുള്ള ഒരു നേർരേഖ സമുദ്രനിരപ്പിൽ നിന്നും 430 അടി ഉയരത്തിലുള്ള കൊല്ലൂർ താഴ്വരയിൽ നിന്നും സർവജ്ഞപീഠം നിൽക്കുന്ന 1355.7 മീറ്റർ, അതായത് 4447 അടി ഉയരത്തിലേക്ക് 5.74 കിലോമീറ്റർ ദൂരം കൊണ്ട് മലനിരകൾ കുത്തനെ ഉയരുന്നു. തന്ത്രശാസ്ത്രപ്രകാരം 9 ആവരണങ്ങളുള്ള ഒരു ഭൂശ്രീചക്രത്തെ നമ്മൾ സങ്കല്പിച്ച് ഈ കൊടുമുടിയെ ശ്രീചക്രത്തിൻ്റെ കേന്ദ്രബിന്ദുവായി അളന്നാൽ കൃത്യമായ അളവുകളിൽ അതിൻ്റെ 9ാമത്തെ ബാഹ്യവലയം ചെന്ന് നിൽക്കുന്നത് 5.74 കിലോമീറ്റർ അകലെയുള്ള ദേവിയുടെ ശ്രീകോവിലിൻ്റെ മുകളിലാണ്. അതായത് 5.74 കിലോമീറ്റർ ദൂരത്തെ മീറ്ററിലേക്കാക്കി ശ്രീചക്രത്തിൻ്റെ 9 ആവരണങ്ങൾ കൊണ്ട് വിഭജിച്ചാൽ പ്രകൃതിയിൽ കൃത്യമായ ഓരോ 638 മീറ്ററിലും ഓരോരോ ഊർജ്ജവലയങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇതിൻ്റെ 9ാമത്തെ അതിരിലാണ് നാം ഇന്ന് കാണുന്ന മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പണിതുയർത്തിയിരിക്കുന്നത്. പുരാതന ഭാരതീയ ക്ഷേത്ര നിർമ്മാണ ശാസ്ത്രപ്രകാരം പ്രകൃതിയിലെ ഊർജ്ജകേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. പല പുരാതന ക്ഷേത്രങ്ങളും കൃത്യമായ അളവുകളിൽ കണക്ട് ചെയ്തിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചിത്രമൂല ഗുഹയിലെ ആ ധ്യാനത്തിനിടയിലാവും ആദി ശങ്കരാചാര്യ സ്വാമികൾക്ക് താഴെയുള്ള ആ അത്ഭുത മിഥുനലിംഗത്തിൻ്റെ സ്ഥാനവും കുടജാദ്രിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നത്. ഈ 2 ഊർജ്ജകേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാവും അദ്ദേഹം ഈ ശങ്കരപീഠത്തിൽ ഒരു ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയതും. അതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ താഴെയും അദ്ദേഹം ഒരു ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. കൊടുമുടിയിലെ ഈ ചൈതന്യത്തെ 5.74 കിലോമീറ്റർ നീളമുള്ള ഒരു അദൃശ്യ ഊർജ്ജപാതയിലൂടെ താഴെയുള്ള ശ്രീകോവിലേക്ക് ആവാഹിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു വിസ്മയവുമാണ് കുടജാദ്രി. ഇവിടുത്തെ ധ്യാനത്തിന് ശേഷം ശിവനും ശക്തിയും രണ്ടല്ല ഒന്നാണെന്നും അതില്ലെങ്കിൽ പ്രകൃതിക്ക് നിലനിൽപ്പില്ല എന്ന സത്യവും ശിവശക്തിയേക്ക് രൂപത്തിലുള്ള ആ മിഥുനലിംഗത്തിലെ യഥാർത്ഥ ദേവീഭാവവും അദ്ദേഹത്തിന് വെളിവാവുകയും ചെയ്തു. അറിവിൻ്റെ ദേവതയായ മൂകാംബികാദേവിയുടെ അനുഗ്രഹം തന്നെയാണ്
അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാവാൻ കാരണമായതെന്നതിന് ഇതിലും വലിയൊരു തെളിവും ആവശ്യമില്ല. ആചാര്യസ്വാമികളുടെ ജീവിതകഥകൾ പറയുന്ന ഗ്രന്ഥമാണ് വിദ്യാരണ്യസ്വാമികൾ രചിച്ച ശങ്കരദിഗ്വിജയം എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലെ 13-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് ആദി ശങ്കരാചാര്യർ കൊല്ലൂർ സന്ദർശിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട്. ആചാര്യൻ തൻ്റെ ദിഗ്വിജയ യാത്രക്കിടയിൽ അതീവ ആത്മീയ ചൈതന്യമുള്ള കൊല്ലൂരെത്തുകയും അവിടെ പല ദിവസങ്ങൾ താമസിച്ച് ദേവിയെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഗ്രന്ഥത്തിൽ കുടജാദ്രി മലനിരകളോ ചിത്രമൂല ഗുഹയോ പ്രതിപാദിച്ചിട്ടില്ല. കാരണം കൊല്ലൂരും കുടജാദ്രിയും പണ്ട് ഒരൊറ്റ ആത്മീയ കേന്ദ്രമായിരുന്നു എന്നുള്ളതുകൊണ്ടാണത്. ഈ പുസ്തകപ്രകാരം ആചാര്യൻ തൻ്റെ ഔദ്യോഗിക സർവജ്ഞപീഠാരോഹണം നടത്തിയത് കുടജാദ്രിയിലല്ല, മറിച്ച് കാശ്മീരിലെ പ്രശസ്തമായ ശാരദാക്ഷേത്രത്തിൽ വെച്ച് പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ കുടജാദ്രിയിലെ ഈ കൊച്ചു മണ്ഡപം എന്താണ്? ചിത്രമൂല ഗുഹയിലെ തപസ്സിലൂടെ ജ്ഞാനോദയമുണ്ടായ ആചാര്യസ്വാമികൾ കുടജാദ്രി മലമുകളിലെ ഈ മണ്ഡപത്തിൽ വന്നിരുന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അദ്വൈത ദർശനം പൂർണ്ണമാക്കുന്നത്. അതായത് കാശ്മീരിലെ സർവജ്ഞപീഠം കയറുന്നതിന് മുൻപ് ആചാര്യൻ്റെ ഉള്ളിൽ ജ്ഞാനം ഉദിച്ചുയർന്ന യഥാർത്ഥ മൂലസ്ഥാനം ഈ കുടജാദ്രി മലമുകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൊല്ലൂർ സന്ദർശന വേളയിൽ ഇവിടെ അടുത്തുള്ള ശ്രീവല്ലി ഗ്രാമത്തിൽ വെച്ച് ജന്മനാ സംസാരശേഷി ഇല്ലാതിരുന്ന ഒരു ബ്രാഹ്മണ ബാലനെ കണ്ടുമുട്ടി. ആ ബാലന് എന്തൊക്കെയോ അസാധാരണമായ കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ യോഗശക്തിയാൽ അവൻ്റെ ഉള്ളിലെ ജ്ഞാനത്തെ വെളിയിൽ കൊണ്ടുവരികയും അതോടുകൂടി അവൻ്റെ സംസാരശേഷി തിരികെ കിട്ടുകയും ചെയ്തു. ആ ബാലനാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ശിഷ്യനായ ഹസ്താമലകാചാര്യർ ആയി മാറിയതും. ശങ്കരാചാര്യസ്വാമികളെപ്പറ്റി എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. 8 വയസ്സിനുള്ളിൽ തന്നെ 4 വേദങ്ങളും വേദാന്തങ്ങളും ഇതിഹാസ പുരാണങ്ങളുമൊക്കെ ഹൃദിസ്ഥമാക്കിയ അത്ഭുത ബാലൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാതൊരു യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ആ കാലത്ത് തൻ്റെ അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചരണാർത്ഥം ഈ ഭാരതമാകെ പലതവണ ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ഇവിടെയും എത്തി. തൻ്റെ ചുരുങ്ങിയ 32 വർഷത്തെ ജീവിതയാത്രക്കിടയിൽ 10 പ്രധാന ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും വ്യാഖ്യാനം രചിക്കുകയും 300ഓളം സംസ്കൃത കൃതികളും രചിച്ച് തൻ്റെ പിൻഗാമികൾക്കായി കാത്തുവച്ചു കാലത്തിനു മുൻപേ നടന്ന ആ മഹാഗുരു. അദ്ദേഹത്തിന് അറിയാത്തതായി ഒന്നുമില്ല. തീർച്ചയായും അദ്ദേഹം ഒരു മനുഷ്യനുമല്ല, മഹാദേവൻ്റെ അവതാരം തന്നെയാണ്. അറിവിൻ്റെ പീഠത്തിലേക്ക് എത്താൻ എളുപ്പ വഴികളില്ലെന്നും അതിന് അവരവർ തന്നെ കഠിനമായ വഴികളിലൂടെ എത്തേണ്ടി വരുമെന്നും ഈ സർവജ്ഞപീഠവും ഇങ്ങോട്ടേക്കുള്ള യാത്രയും ഓർമ്മിപ്പിക്കുന്നു. അല്പനേരം കണ്ണുകളടച്ച് ധ്യാനിച്ചതിന് ശേഷം ആ മഹാഗുരുവിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ആ കൽമണ്ഡപത്തിന് മുൻപിൽ ഒന്ന് നമസ്കരിച്ചു. പതിയെ മലയിറങ്ങാൻ തുടങ്ങി. സർവജ്ഞപീഠത്തിൽ നിന്നും ആ കൽപ്പടവുകൾ ഇറങ്ങി മടങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് നിയമം. തിരിഞ്ഞു നോക്കാനുള്ള മനസ്സിൻ്റെ ത്വരയടക്കി മലയിറങ്ങി തുടങ്ങി. അപ്പോഴും മനസ്സിൽ ആ മഹായോഗിയുടെ മുഖമായിരുന്നു. കുടജാദ്രി എന്നത് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. അത് പുരാതന ഭാരതീയ തന്ത്രശാസ്ത്രവും ജ്യാമിതിയും ഭൂമിശാസ്ത്രവും ആത്മീയതയും ഒരൊറ്റ നൂലിൽ കോർത്തുവെച്ച പ്രകൃതിയുടെ വലിയൊരു വിസ്മയ ഭൂപടമാണ്. ആ മഹാഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്ന് മടങ്ങുമ്പോൾ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ ആത്മീയ രഹസ്യങ്ങളുടെ വലിയൊരു ബോധ്യം കൂടിയാണ് ഓരോ യാത്രികൻ്റെയും മനസ്സിൽ അവശേഷിക്കുന്നത്.